ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ റെഗുലർ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഇപ്പോൾ പല കുട്ടികൾക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്കും അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ബ്രാഞ്ച് മാറ്റമോ കോളേജ് മാറ്റമോ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇനി വരാൻ പോകുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നാണ് വരുന്നത്? 10/7 ജൂലൈ 10-ാം തീയതിയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ എന്താണ് സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. സെക്കൻഡ് അലോട്ട്മെന്റിൽ ഗവൺമെന്റ് എയ്ഡഡ് IHRD കേപ്പ് സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള രണ്ടാമത്തെ അലോട്ട്മെന്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ആ ഒരു ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന എല്ലാ അപേക്ഷകരും അലോട്ട്മെന്റ് ലഭിച്ച സ്ഥാപനങ്ങളിൽ മുഴുവൻ ഫീസ് അടച്ച് പ്രവേശനം നേടേണ്ടതാണ്. അതുപോലെ നമ്മൾ നേരത്തെ, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് സമയത്ത് ഉയർന്ന ഓപ്ഷന് വേണ്ടി രജിസ്റ്റർ ചെയ്തവരും ഈ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം ആ അലോട്ട്മെന്റ് ലഭിച്ച സ്ഥാപനങ്ങളിൽ മുഴുവൻ ഫീസ് അടച്ച് പ്രവേശനം നേടേണ്ടതാണ്. ഓക്കെ, ഇതാണ് സെക്കൻഡ് അലോട്ട്മെന്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഡീറ്റെയിൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ വർഷത്തെ സർക്കുലർ നമുക്ക് 10-ാം തീയതി വന്നതിന് ശേഷം അതേപ്പറ്റിയുള്ള ഡീറ്റെയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിക്കുന്നവരെല്ലാവരും ഫീസ് അടച്ച് പ്രവേശനം നേടേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു മനസ്സിലൊരു സംശയം ഉണ്ടായിരിക്കും, പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ കോളേജോ ബ്രാഞ്ചൊക്കെ മാറാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും അതിനുശേഷം നമുക്ക് സ്പോട്ട് അഡ്മിഷൻ ഉണ്ട്. സ്പോട്ട് അഡ്മിഷൻ സമയത്ത് നമുക്ക് കോളേജോ ബ്രാഞ്ചൊക്കെ നമുക്ക് മാറാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത് 10/7/2024 നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം നിങ്ങൾ കോളേജ് റിപ്പോർട്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കേണ്ടത് 17/7/2024 ഉള്ളിലായിരിക്കണം. 17/7/2024 നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെന്റ് കംപ്ലീറ്റ് ആകുന്നതാണ്. അപ്പോൾ അതിനുശേഷമാണ് ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശേഷം നമുക്ക് സ്പോട്ട് അഡ്മിഷൻ ഉണ്ട്. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ ആ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നടക്കാൻ പോകുന്നത് എന്താണ്? ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടായിരിക്കും. അതായത് ഡിസ്ട്രിക്ട് വൈസ് കൗൺസിലിംഗ് ആയിട്ട് നോഡൽ പോളിടെക്നിക് കോളേജ്, അതായത് ഒരു ജില്ലയിലെ മുഴുവൻ പോളിടെക്നിക് കോളേജിലേക്കുള്ള ആ ഒരു കൗൺസിലിംഗ് നടക്കുന്നത് അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് അവിടുത്തെ ഏതെങ്കിലും ഒരു പോളിടെക്നിക് വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നടക്കുന്നത് 22 ജൂലൈ മുതൽ 26 ജൂലൈ വരെയാണ്. അതിനുശേഷമാണ് നമുക്ക് സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷന് ശേഷം വീണ്ടും വേക്കൻസി വരികയാണെങ്കിൽ ഒരു സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാകും. സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് കോളേജ് വൈസ് ആയിരിക്കും. അതായത് ഓരോ പോളിടെക്നിക് വെച്ചിട്ടായിരിക്കും നടക്കുന്നത്. 31 ജൂലൈ മുതൽ 6 ഓഗസ്റ്റ് വരെ ആയിരിക്കും. ഓക്കെ, ശേഷം തേർഡ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് 12 ഓഗസ്റ്റ് മുതൽ 16 ഓഗസ്റ്റ് വരെയാണ്. അപ്പോൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ സമയത്തൊക്കെ പല കുട്ടികളും ബ്രാഞ്ച് മാറ്റമോ അല്ലെങ്കിൽ കോളേജ് മാറ്റമോ, പിന്നെ പല കുട്ടികളും ഡിഗ്രിക്കോ എഞ്ചിനീയറിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ വീണ്ടും വേക്കൻസി വരും. അപ്പോൾ അങ്ങനെ ആ ഒരു വേക്കൻസി എല്ലാം ഫില്ല് ചെയ്തിട്ട് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് സെപ്റ്റംബർ 15-ാം തീയതി ആയിരിക്കും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അതിനുശേഷം വരാൻ പോകുന്ന സ്പോട്ട് അഡ്മിഷൻ, അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.